നമ്മൾ കുറച്ച് ദിവസമായി പ്രതികാര സിനിമകളും രക്ഷാപ്രവർത്തന സിനിമകളും മാത്രമാണ് കാണുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. ഫീൽ ഗുഡിന്റെ അങ്ങേയറ്റമാണോ ഇങ്ങേയറ്റമാണോ ഈ സിനിമ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ എല്ലാവരുടെ ഇഷ്ടം പലതരത്തിലാണ്. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഓടിയെന്ന് വരില്ല, എനിക്ക് കലങ്ങിയെന്ന് വരില്ല. അതുകൊണ്ട് ഇന്നത്തെ സിനിമ നിങ്ങൾ കണ്ടതിനെ മനസ്സിലാക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഇനി കുറച്ചു കാലത്തേക്ക് എന്റെ മൂക്കടഞ്ഞ ശബ്ദമായിരിക്കും കേൾക്കാൻ പോകുന്നത്. കുറെ കാലമായിട്ടും എന്റെ മൂക്കടപ്പ് മാറാത്ത എന്താണെന്നറിയാനായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോഴാണ് അവർ പറഞ്ഞത് എന്റെ മൂക്ക് വളഞ്ഞു പോലും. അതുകൊണ്ട് മൂക്കിലുറ്റിക്കുന്ന മരുന്ന് ഉപയോഗിച്ചായിരുന്നു കുറച്ചു കാലം വരെ ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ ഇതെടുത്ത് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അതും നിർത്താൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി അതൊന്നും ഇല്ലാതെയാണ് ഞാൻ സംസാരിക്കുക. ഇപ്പോഴവർ തന്നിരിക്കുന്നത് മൂക്കിൽ സ്പ്രേ ചെയ്യാനായിട്ട് സ്പ്രേ ആണ്. അത് 2 മാസത്തോളം ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അത് ഉപയോഗിച്ചിട്ട് മാറ്റമൊന്നുമില്ലെങ്കിൽ മൂക്കിന്റെ വളവ് ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്ത് മാറ്റണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂക്കിന് വളവെല്ലാം വന്ന് അതിന് സർജറി എല്ലാം ചെയ്ത ആളുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരണേ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. സർജറി കഴിഞ്ഞാലും അത് മാറുമോ ഇല്ലെന്നൊന്നുള്ള എനിക്ക് അറിയില്ല. അതിനെ കൊണ്ടാ. എന്തായാലും നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയുടെ വൺലൈൻ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. സ്നേഹസമ്പന്നയായ ഒരു അമ്മയും മകളും. എന്നാൽ ഈ അമ്മക്ക് കല്യാണം കഴിയുന്നതിന് മുന്നെയാണ് മകൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും കാമുകൻ എന്തുകൊണ്ടോ അമ്മയെ കല്യാണം കഴിക്കാനായി പറ്റിയില്ല. എന്നാലും അങ്ങേരെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കുടുംബത്തിന് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെയെല്ലാം വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങേരെ അത് പാലിക്കുമോ ഇല്ല എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടെന്നെ മനസ്സിലാക്കാം. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല സിനിമ മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് കൺഫ്യൂഷൻ ആവട്ടെ എന്ന് വിചാരിച്ചാണ്. നിങ്ങളെല്ലാം അറിഞ്ഞ് സിനിമ കണ്ടാൽ പിന്നെ വലിയ രസം ഉണ്ടാവില്ലല്ലോ. എന്തായാലും നമുക്ക് 2017 റിലീസ് ചെയ്ത മിസ്റ്റർ ചർച്ച് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 1971 ലോസ് ആഞ്ചലസിലെ ഒരു വീടാണ് കാണിക്കുന്നത്. അവിടെ ഒരു ചെറിയ കുട്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരികയാണ്. അവളുടെ പേരാണ് ചാർലി. എന്നാൽ അടുക്കളയിലേക്ക് നോക്കുമ്പോൾ അവൾ ഇതുവരെ കാണാത്തൊരു മനുഷ്യൻ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് അതാരാന്ന് അവൾക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന് പറയും, അമ്മേ, നമ്മുടെ അടുക്കളയിൽ ഒരു ബ്ലാക്ക് മാൻ ജോലി ചെയ്യുന്നു. അതിനമ്മ പറയും, നീ പേടിക്കണ്ട, നമ്മളെ സഹായിക്കാനായി വന്നയാളാണിത്, ഇനി അങ്ങേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്നാൽ അപ്പറഞ്ഞത് അവൾക്ക് തീരാൻ ഇഷ്ടമായില്ല. അവളുടെ വീട്ടില് അമ്മ മാത്രം മതിയെന്നാണ് അവളുടെ ഇഷ്ടം. എന്നാൽ ഈ വന്നിരിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചാർലിയുടെ അമ്മയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു എന്ന്. അതായത് ചാർലിയുടെ അച്ഛൻ. അങ്ങേർക്ക് എന്തുകൊണ്ടോ ചാർലിയുടെ അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. സംഭവം എന്താന്ന് വെച്ചാൽ അങ്ങേര് ഇപ്പൊ അസുഖബാധിതനായിട്ട് കിടക്കാണ്. മാത്രമല്ല അങ്ങേരുടെ കുടുംബക്കാർക്ക് അങ്ങേരുടെയും ചാർലിയുടെ അമ്മയുടെയും ബന്ധം അത്രക്കങ്ങ് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ചാർലിയുടെ അമ്മയ്ക്കും ചാർലിക്കും അങ്ങനെ കാണാൻ പറ്റില്ല, അങ്ങേർക്ക് ഇവരെയും കാണാൻ പറ്റില്ല. എന്നാൽ അസുഖബാധിതനായി കിടക്കുന്നേരവും അങ്ങേര് ചാർലിയുടെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങളുടെ കൂടെ എന്ത് ആവശ്യത്തിന് ഞാൻ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇപ്പൊ ചാർലിയുടെ അമ്മക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ഇനി 6 മാസം കൂടിയേ ജീവിച്ചിരിക്കാൻ പറ്റൂ. അതാണെങ്കിൽ ചാർലിക്ക് അറിയില്ല. എന്നാൽ അമ്മയുടെ കാമുകൻ അങ്ങേരുടെ കൂട്ടുകാരനെ ചാർലിയുടെ അമ്മയെ സഹായിക്കാനായി വീട്ടിലേക്ക് അയച്ചു. അങ്ങേരാണ് ഇപ്പൊ വീട്ടിൽ വന്ന് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ അങ്ങേരെ ചാർലിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അങ്ങേരുടെ പേരാണ് മിസ്റ്റർ ചർച്ച്. എന്തായാലും കുറച്ചു കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാനായി ചെന്നിരിക്കുന്ന നേരം ചാർലി പറയും, എനിക്ക് ഈ ഭക്ഷണം ഒന്നും പോരാ, എനിക്ക് ആപ്പിൾ ജാക്സ് വേണം. ആപ്പിൾ ജാക്സ് എന്ന് പറഞ്ഞാൽ അവളുടെ അമ്മ അവൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ്. എന്നാൽ അതുണ്ടാക്കാനായി മിസ്റ്റർ ചർച്ചിന് അറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങേര് പറയും, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. എന്നാൽ അതിഷ്ടപ്പെടാത്ത അവള് പെട്ടെന്ന് തന്നെ ദേഷ്യത്തിൽ റൂമിലേക്ക് ഓടി ചെല്ലും. എന്നാൽ തൊട്ടു പിന്നാലെ അമ്മ അവളെ ചീത്ത പറയാനായി ചെല്ലെങ്കിലും അവളെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അമ്മ അവളെ സ്കൂളിലാക്കാൻ കൊണ്ടുപോകുന്ന നേരം അവൾ അമ്മയോട് ചോദിക്കും, നമ്മുടെ വീട്ടിൽ എന്തിനാ ഇതുപോലൊരു കുക്ക്, എനിക്ക് അമ്മ തന്നെ കുക്കായിട്ട് നിന്നാ മതി, വേറെ ആരെയും വേണ്ട. എന്തായാലും ഞാൻ സ്കൂളിൽ വിട്ട് വരുന്ന നേരം അങ്ങനെ ഇവിടുന്ന് പോവില്ല എന്ന് ചോദിക്കും. അതിനമ്മ തലയാട്ടി കാണിക്കും. എന്തായാലും അവൾ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അമ്മയെ വലിയ ഇഷ്ടമാണ്. അമ്മക്ക് അതുപോലെ തന്നെ അവളെയും വലിയ ഇഷ്ടമാണ്. അമ്മയുടെ പേര് മേരി ബ്രൂക്ക് എന്നാണ്. എന്തായാലും അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന നേരം മേരി വിചാരിക്കുന്നത് അവൾക്ക് ക്യാൻസർ ഉള്ള കാര്യം ജോലിക്ക് വന്നിരിക്കുന്ന ചർച്ചിന് അറിയില്ല എന്നാണ്. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക ചർച്ചിന് അതെല്ലാം അറിയാം. മാത്രമല്ല മേരിയുടെ കാമുകൻ ഫെർണാണ്ടോയുമായിട്ടുള്ള അങ്ങേരുടെ ഡീലും പറഞ്ഞെടുക്കും. ഈ 6 മാസം മേരിയെ സഹായിക്കാനായി അങ്ങേരി വീട്ടിലേക്ക് വന്ന അങ്ങേർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് മേരിയുടെ കാമുകൻ, അതായത് ഫെർണാണ്ടോ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാമുകൻ കുറച്ച് വലിയ സമ്പന്നനാണ്. ഇതേ സമയം ചാർലി സ്കൂളിൽ കാണുന്ന ആളുകളോട് എല്ലാവരോടും പറയാണ്, എന്റെ വീട്ടിൽ ഒരു ബ്ലാക്ക് മാൻ ജോലിക്ക് വന്നിട്ടുണ്ട്. അങ്ങേര് ജോലിക്ക് വന്ന് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്ക് അങ്ങേരെ ഒഴിവാക്കാൻ. എന്നാൽ ഈ കേൾക്കുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. എന്നാൽ സ്കൂളിൽ തന്നെ ചാർലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയുണ്ട്. അവളുടെ പേരാണ് പോപ്പി. അവര് രണ്ടുപേരും കളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. എന്നാൽ ഈ പോപ്പിയുടെ അച്ഛനും അമ്മയും ഒരു റോബറി നടത്തിയതിന്റെ പേരിൽ അവരിപ്പോ രണ്ടുപേരും ജയിലിലാണ്. അതുകൊണ്ട് അവളിപ്പോ അവളുടെ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്നാൽ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്ന അവൾക്ക് തീരെ ഇഷ്ടമല്ല. ചേച്ചി അവളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പോപ്പി പറയുന്നത്. അതുകൊണ്ട് തന്നെ 18
വയസ്സാകുമ്പോൾ അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരം അവൾ സ്കൂൾ വിട്ട് തിരിച്ച് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന നേരം അവളുടെ തൊട്ടടുത്തേക്ക് ലാർസൻ എന്ന പേരിൽ ഒരാൾ വന്നിരിക്കും. അങ്ങേരെ ചാർലി വിളിക്കുന്നത് ലാർസൻ അങ്കിൾ എന്നാണ്. അങ്ങേർക്ക് കാറിന് ലൈസൻസ് കിട്ടി ഒരാഴ്ച ആയപ്പോഴേക്ക് ഒരു കുട്ടിയെ 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ അങ്ങേര് ഇടിച്ചു. അങ്ങനെ ആ കുട്ടി മരിച്ചു. അതിന്റെ പേരിൽ അങ്ങേരിപ്പോ കാറ് പോലും ഓടിക്കുന്നില്ല. ഇപ്പോഴേത് സമയത്തും മദ്യപിച്ച് സ്വന്തം ജീവിതം തന്നെ പഴി പറഞ്ഞ് അങ്ങനെ ഇല്ലാതെയാക്കാണ്. അങ്ങേര് ചാർലിയുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന നേരം നമ്മുടെ പെങ്കൊച്ച് അങ്ങേരോടും പറയും, എന്റെ വീട്ടിൽ ജോലിക്കായിട്ട് പുതിയൊരാൾ വന്നു, അങ്ങനെ എനിക്ക് തീരെ ഇഷ്ടമായില്ലെന്ന്. അങ്ങനെ സ്ഥലത്തെത്തുന്ന നേരം അമ്മ അവളെ കൂട്ടാനായി വന്നിട്ടുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ വീട്ടിൽ തിരിച്ചെത്തുന്ന നേരം ചാർലി കാണുന്നത് ചർച്ച് വീട്ടിൽ ഒരു പുതിയ ലൈബ്രറി സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന. അവൾക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. ചർച്ചാണെങ്കിൽ അതിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് ഇതെന്നും പറഞ്ഞ് വായിക്കാൻ അവളുടെ കയ്യിലേക്ക് വെച്ചെടുക്കുന്ന നേരം അവള് പറയും, എനിക്കിത് വായിക്കാൻ തീരെ ഇഷ്ടമല്ല, പുസ്തകം വായിക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവള് ദേഷ്യത്തിൽ റൂമിലേക്ക് ചെല്ലും. എന്നാൽ ചർച്ച് അമ്മ മേരിയുടെ കയ്യിലേക്ക് ഒരു കാർഡ് വെച്ചെടുക്കും. അത് ചാർലിക്ക് കൊണ്ടു കൊടുക്കാനുള്ളതാണ്. അതെന്തിനാന്ന് വെച്ചാൽ അവൾ ഇനി പുസ്തകങ്ങളെല്ലാം വായിക്കാൻ തുടങ്ങിയാൽ വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം അതിൽ എഴുതി വെക്കാനാണ്. എന്നാൽ അമ്മ അവളുടെ കയ്യിലേക്ക് അത് കൊണ്ടുചെന്ന് കൊടുക്കുന്ന നേരം അവൾക്കത് തീരെ ഇഷ്ടമായില്ല. അവൾ അപ്പം തന്നെ അത് വലിച്ചു കീറി കളയും. അങ്ങനെ കുറച്ച് കഴിയുന്ന നേരം വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാനായി അവൾ ചെന്നിരിക്കുമ്പോൾ ചർച്ച് ഉണ്ടായിക്കൊണ്ടുവച്ചിരിക്കുന്ന ഭക്ഷണം അവൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പക്ഷെ അത് കഴിച്ചു വെക്കുമ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമായി. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കില്ല. അവൾ തന്നെ പറയുന്നത് ചർച്ചിന്റെ ഭക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ രാവിലെയും രാത്രിയും ഉച്ചയും എല്ലാം ഒരു പാർട്ടി പോലെയാണെന്നാണ്. സത്യം പറഞ്ഞാൽ അവൾ രാവിലെ എഴുന്നേൽക്കുന്ന അലാറം തന്നെ ചർച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ മണമാണ്. എന്നാൽ അവൾ ഇതുവരെ കണ്ടിട്ടില്ല ചർച്ച് പാചകം ചെയ്യാനായി ഒരു മെഷറിംഗ് ടൂൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കൂടിക്കൂടി വരുന്നേരം അവൾക്ക് ചർച്ചിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരും. അങ്ങനെ ചില ദിവസങ്ങളിൽ പോപ്പിയും അവളുടെ വീട്ടിലേക്ക് ഭക്ഷണങ്ങളെല്ലാം കഴിക്കാനായി വരും. മിസ്റ്റർ ചർച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാനായി വരും. എന്നാൽ അതിലുണ്ടായിരുന്ന ഒരു വെള്ളം കുടിക്കുന്ന നേരം പോപ്പിക്ക് അത് വലിയ ഇഷ്ടമായി. അതെന്താന്ന് ചോദിക്കുന്ന നേരം ചർച്ച് പറയും, അതെന്റെ ഒരു സീക്രട്ട് റെസിപ്പിയാണ്, അതൊരിക്കലും ഞാൻ പറഞ്ഞു തരില്ല. അതിന് ചാർലി, ചർച്ച് നിങ്ങളും നിങ്ങളുടെ ഓരോ സീക്രട്ട് റെസിപ്പികളും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമായി. അവളത് പറയുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. എന്തായാലും അന്നു മുതൽ ചാർലിയും ചർച്ചും വലിയ കൂട്ടുകാരായി. അവരിപ്പോൾ ഒരുമിച്ചാണ് ജോലികളെല്ലാം ചെയ്തു തീർക്കുക. അങ്ങനെ ഒരിക്കലും രാത്രി ചാർലിയുടെ അമ്മ ചർച്ചിനോട് സംസാരിക്കുന്ന അവൾ കേൾക്കും. നിങ്ങൾ പറഞ്ഞ പുസ്തകം ഞാൻ വായിച്ചു നോക്കി, അതിലുള്ള കഥാപാത്രങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല, എനിക്കത് ഇഷ്ടമായി. ഇനിയും ഇതുപോലെ തന്നെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റുമോ? ഇത് കേൾക്കുന്ന ചാർലിക്കും അങ്ങേരെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങി വായിക്കാനായിട്ട് വിചാരിക്കും തോന്നും. അതുകൊണ്ട് അന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ചർച്ച് പോകാൻ നിൽക്കുന്ന നേരം ചർച്ച് അവൾക്ക് കൊടുത്തിരുന്ന ഒരു കാർഡിലായിരുന്നോ വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം എഴുതി വെക്കാൻ, അതെല്ലാം കീറി പറിച്ചത് തിരിച്ചൊട്ടിച്ച് അങ്ങയുടെ കൈ കൊണ്ട് ചെന്ന് കൊടുക്കും. ചർച്ചിന് മനസ്സിലായി അവൾക്കിപ്പോൾ പുസ്തകങ്ങളെല്ലാം വായിക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ 3 മോസ്കിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അവൾക്ക് എടുത്തു കൊടുക്കുക. അതാദ്യം അവൾക്ക് വായിക്കാൻ തോന്നില്ല. എന്നാൽ ചർച്ച് പറയും, നിന്റെ ഈ പ്രായത്തിൽ ഞാൻ ഈ പുസ്തകം 3 തവണ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന നേരം അവൾക്കത് വായിക്കാൻ തോന്നും. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ പുസ്തകം വായിച്ചു കഴിയുന്ന നേരം അതിന്റെ പേര് കാർഡിൽ എഴുതി വെക്കും. അങ്ങനെ പിന്നെയും പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. 6 മാസമേ ജീവിച്ചിരിക്കൂ എന്ന് പറഞ്ഞിരുന്ന ചാർലിയുടെ അമ്മ ഇപ്പോൾ 6 വർഷം വരെ ജീവിച്ചു. എന്നാൽ ഇപ്പോഴും ചർച്ച വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതേ സമയം ചാർലിക്കും പോപ്പിക്കുവാണെങ്കിൽ ഇപ്പൊ 16 വയസ്സായി. അങ്ങനെ അന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ചാർലി വരുന്നേരം അവളുടെ കൂടെ തന്നെ അവളുടെ കാമുകനെന്ന് പറയാവുന്ന ഒരു പയ്യൻ, അവന്റെ പേര് എഡ്ഡി, അവൻ ഓടി വന്ന് അവളോട് പറയും, നീ പ്രാവശ്യം പ്രോമിന് വരുന്നില്ലേ? പ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്കൂളിലൊക്കെ സെൻഡ് ഓഫ് എന്ന് പറയില്ലേ, അതുപോലെ അവരുടെ നാട്ടിൽ പറയുന്ന പേരാണ് പ്രോം. എന്നാൽ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുന്ന പോലെ അധ്യാപകരെല്ലാം ഒരുമിച്ച് പാട്ടെല്ലാം പാടി കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കൂടെ ഡാൻസ് ചെയ്ത് പിരിയുന്ന ഒരു പരിപാടിയല്ല പ്രോം. അത് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെല്ലാവരെയും നിയന്ത്രിക്കാനായിട്ട് കുറച്ച് അധ്യാപകർ മാത്രം. പിന്നെ കുട്ടികളെല്ലാവരും കോട്ടും സ്യൂട്ടും ഗൗണും എല്ലാം ധരിച്ചു വന്ന് ഡാൻസ് എല്ലാം ചെയ്ത് ഒരു പാർട്ടിയും മൂടായിരിക്കും. എന്തായാലും നമുക്ക് നമ്മുടെ സെൻഡ് ഓഫ് തന്നെയാണ് വലുത്. ഇവിടെ എഡ്ഡി അവളോട് നീ പ്രോമിന് വരുന്നില്ല എന്ന് ചോദിക്കുന്ന നേരം അവൾക്ക് പോകാനായി വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ താല്പര്യമില്ലാത്ത തരത്തിലാണ് അവനോട് സംസാരിക്കുക. എന്നാൽ അവൻ വീണ്ടും ചോദിക്കുന്ന നേരം അവൾ പെട്ടെന്ന് തന്നെ ബസ് കയറി വീട്ടിലേക്ക് എത്തും. എന്നാൽ നമ്മൾ ഇപ്പോഴാണ് ചാർലിയുടെ അമ്മ മേരിയെ കാണുന്നത്. അവരിപ്പോൾ രോഗം മൂർധന്യാവസ്ഥയിൽ ബാധിച്ച് ആകെ ക്ഷീണിതയായിട്ട് അങ്ങനെ കിടക്കുക. ഇപ്പോഴെന്നും മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് കുറച്ചെങ്കിലും ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുന്നത്. അമ്മ ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കുന്നത് കേൾക്കണേ തന്നെ അമ്മയുടെ വായുടെ അടുത്തേക്ക് ചെവി കൊണ്ട് ചെല്ലണം. എന്നാൽ അമ്മയുടെ അവസ്ഥ ഇത്രയും മോശമായതുകൊണ്ട് തന്നെ അമ്മയുടെ റൂമിലേക്ക് കയറി ചെല്ലാൻ വരെ ചാർലിക്ക് ഇപ്പൊ പേടിയാണ്. കാരണം അവൾക്ക് ആ പഴയ അമ്മയെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് അവൾക്കറിയാം. അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമൊക്കെ അതുപോലെ തന്നെയുണ്ട്. പക്ഷെ അമ്മയുടെ ഈ ഒരു അവസ്ഥ കാണുന്ന നേരം അവൾക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ചാർലി എപ്പോഴും പറയുന്നത് ലോകത്തെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ അമ്മ മാത്രമായിരിക്കും എന്നാണ്. എന്നാൽ നമ്മൾ ഇപ്പോഴാണ് ചർച്ചിനെയും കാണുന്നത്. അങ്ങനെ 6 വർഷമായിട്ടും ആ വീട്ടിൽ ഒരു മടുപ്പും കൂടാതെയാണ് ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവരിപ്പോഴും ചാർലിയുടെ അമ്മയെ മേഡം എന്നാണ് വിളിക്കുന്നത്. അവരാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും മിസ്റ്റർ ചർച്ച് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ചർച്ചാണെങ്കിൽ ഭക്ഷണം എല്ലാം പാകം ചെയ്ത് നല്ല അലങ്കാര പണികളെല്ലാം ചെയ്ത് അമ്മയുടെ തൊട്ടു മുന്നിൽ കൊണ്ട് വെച്ചെടുക്കും. അങ്ങേര് പണ്ടെങ്ങനെയാണോ സെർവ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കൂടെ തന്നെ അവിടെ ഇരുന്ന് ഒരു നോവൽ കൂടെ വായിച്ചെടുക്കും. അമ്മയ്ക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പുസ്തകം വായിക്കാൻ പറ്റില്ല എന്ന് ചർച്ചിനറിയാം. അതുകൊണ്ടാണ് നോവലെല്ലാം ഇരുന്ന് വായിച്ചെടുക്കുന്നത്, കൂടി ഇരുന്ന് വായിച്ചെടുക്കുന്നത്. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ അമ്മക്ക് കുളിക്കാനുള്ള സമയമായി. എന്നാൽ ചർച്ച് വെള്ളമെല്ലാം റെഡിയാക്കി ചാർലിയോട് കുളിപ്പിക്കാനായി പറയാണ് ചെയ്യുക. എന്നാൽ ചാർലിക്ക് അമ്മയെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരു പ്രായപൂർത്തിയായ കുട്ടി എന്ന നിലക്ക് അമ്മയെ അവൾ അപ്പോഴാണ് ഉപദേശിക്കുക. എന്നാൽ അവൾക്കത് കേൾക്കാൻ തീരെ താല്പര്യമല്ല. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അവൾ കുളിപ്പിക്കാനായി ചെല്ലും. എന്നാൽ ഈ സമയത്തെല്ലാം ചർച്ച് വീടിന് പുറത്ത് വന്ന് ഒരു ജാസ് മ്യൂസിക്കും കേട്ട് സിഗരറ്റും വലിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. ജാസ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ മ്യൂസിക് ആണ്. ഇവിടെ അമ്മയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരം അമ്മ അവളോട് ചോദിക്കും, നിനക്ക് ബോൺസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനല്ല ഏറ്റവും വലിയ ആഗ്രഹം? എന്നാൽ അവൾ പറയും, അതിനായിട്ടുള്ള കാശൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അതിനമ്മ നമുക്ക് സ്കോളർഷിപ്പിൽ റെഡിയാക്കാന്ന് പറയും. എന്നാൽ അതിന്റെ കൂടെ തന്നെ ചോദിക്കും, ചർച്ച് പറഞ്ഞു നീ എഡ്ഡിയുടെ കൂടെ പ്രോമിന് പോകുന്നില്ല എന്ന്, അത് ശരിയാണോ? അതിന് അവള് പറയും, എനിക്കതിനൊന്നും പോണ്ട, എനിക്കതിന് താല്പര്യമില്ല. അതിനമ്മ പറയും, ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണത്, നീ ആ ദിവസത്തിന് പോലും പോകുന്നില്ല എന്ന് വെച്ചാലോ? എന്നാൽ അവള് എനിക്ക് പോണ്ടെന്ന് പറഞ്ഞ് ആകെ കൂടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ശബ്ദമെല്ലാം കേട്ട് ചർച്ച അങ്ങോട്ട് എത്തുന്ന നേരം ചാർലി പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലും. ചർച്ചാണെങ്കിൽ ചെന്ന് അമ്മയെ തൂവാല കൊണ്ട് പൊതിഞ്ഞെടുക്കും. ഈ സമയത്തെല്ലാം അമ്മ വിഷമത്തില് ചർച്ചിന്റെ തോളിൽ കിടന്ന് അങ്ങനെ കരയും. ഇതേ സമയം ചാർലിയും അവളുടെ റൂമിൽ വന്ന് കരയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിയും നേരം ചർച്ചിന് വീട്ടിൽ പോകാനുള്ള സമയമായി. ചാർലി അങ്ങേരോട് ചോദിച്ചൊരു പുസ്തകം സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് അങ്ങേരോട് ചോദിക്കും, നിങ്ങളുടെ വീട് എവിടെയാണ്? അവൾ ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ ചർച്ച് പറയും, അതെനിക്ക് പറയാൻ പറ്റില്ല, അതെന്റെ പ്രൈവസിയാണ്. എന്നാൽ അവൾ വീണ്ടും ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും സിനിമയും ഏതാണ്? എന്നാൽ അത് മാത്രം ചർച്ച് പറഞ്ഞെടുക്കും. എന്നാൽ അങ്ങേര് പോകാൻ നിൽക്കുന്ന നേരം അവൾ വീണ്ടും ചോദിക്കും, നിങ്ങളുടെ കൂട്ടുകാരന്റെ പേരെന്താ? അതും കൂടെ കേൾക്കുന്ന നേരം ചർച്ച് ആദ്യമായിട്ട് അവളോട് ദേഷ്യപ്പെടും. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഈ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്, എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്, ആ സമയത്ത് നീ വേസ്റ്റ് ചെയ്യരുത്. ഇതെല്ലാം കേട്ട് ചാർലി പേടിച്ചിരിക്കുന്ന കാണുന്ന നേരം അവളാണെങ്കിൽ ആദ്യമായിട്ടാണല്ലോ ഇതുപോലെയെല്ലാം നേരിടുന്നത്. ചർച്ചിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് അവൾക്ക് ചീത്ത കേൾക്കുന്നത്. എന്നാൽ ചർച്ച് പറയും, ചാർലി ഞാൻ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, പക്ഷെ നീ എന്റെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യണമെന്നും പറഞ്ഞാണ് ചർച്ച് അവിടുന്ന് വീട്ടിലേക്ക് പോവുക. പിറ്റേന്ന് രാവിലെ അമ്മ എന്തായാലും പ്രോമിന് പോകാൻ പറഞ്ഞല്ലേ, എന്തായാലും പോകാമെന്ന് വിചാരിച്ച് അവൾ അമ്മയോട് ഈ കാര്യം വന്ന് സംസാരിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന അമ്മക്ക് വലിയ സന്തോഷമായി. അമ്മയെ അവളെ തൊട്ടടുത്ത് കിടത്തി നല്ലപോലെ ലാളിക്കും. ഇത് കാണുന്ന നേരം പലർക്കും നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർമ്മ വന്നിരിക്കാം. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകുന്ന നേരം അവള് പ്രോമിന് ഏത് വസ്ത്രം തയ്ക്കുമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നേരം തൊട്ടു പിന്നീന്ന് ലാർസനാണ് അവൾക്ക് വന്ന് കാണിച്ചു കൊടുക്കുക ഏതെടുക്കണമെന്ന്. എന്നാൽ ഈ വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത് ചർച്ചാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചർച്ച ആളൊരു ചില്ലറക്കാരനല്ല, ആളൊരു പുലിയാണ്. എന്തായാലും പ്രോമിന് പോകാനുള്ളതിന്റെ രാത്രി ദിവസം അവൾ പുതിയ വസ്ത്രവും ധരിച്ച് അമ്മയുടെ മുന്നിലേക്ക് എത്തും. എന്നാൽ ഇത് കാണുന്ന നമുക്ക് വലിയ സന്തോഷമാകും. അമ്മക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ കൂടി പറ്റില്ല. എന്നിട്ട് അവർ 3 പേരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോയും കൂടെ എടുക്കും. എന്നാൽ ചർച്ച ഈ ഫോട്ടോ എടുക്കാൻ ആദ്യം വരില്ല. പിന്നെ അവർ 2 പേരും നിർബന്ധിക്കുന്നവരാണ് ചർച്ച അങ്ങോട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ആ കുടുംബത്തിന്റെ ഒരു ഭാഗം തന്നെയായി മാറിയിട്ടുണ്ട് ഇപ്പൊ ചർച്ച്. എന്തായാലും കുറച്ചടിയും നേരം അവളുടെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ടുള്ള പയ്യൻ അവിടെ എത്തും. അതായത് അവളുടെ കാമുകൻ എന്നൊക്കെ പറയാവുന്ന ഒരു പയ്യനില്ലായിരുന്നോ എഡ്ഡി, അവൻ വീട്ടിലേക്ക് എത്തും. എന്നിട്ട് അവര് 2 പേരും കൂടെ പ്രോമിന് പോയി ആഘോഷിക്കുന്ന നേരം അമ്മയാണെങ്കിൽ വീട്ടിൽ ആദിയിലാണ്. അവൾ അവിടെ ആഘോഷിക്കുന്നുണ്ടോ, സന്തോഷത്തിലാണോ, അതൊന്നും അറിയാതിരിക്കുക. എന്നാൽ ഈ സമയത്താണ് അമ്മ ചർച്ചിനോട് നിങ്ങൾക്ക് എന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ചർച്ച ആദ്യം തമാശക്ക് പറയാണെന്ന് വിചാരിക്കും. എന്നാൽ അമ്മ വീണ്ടും കാര്യമായിട്ട് പറയാമെന്ന് മനസ്സിലാക്കുന്ന നേരം ചർച്ച കൂടെ ചെന്ന് കൊടുക്കും. ആഗ്രഹമല്ലേ. അങ്ങനെ അവര് 2 പേരും കൂടെ ഡാൻസ് ചെയ്യുന്ന നേരം അമ്മയ്ക്കാണെങ്കിൽ ക്യാൻസർ എല്ലാം ബാധിച്ച് എല്ലിനെല്ലാം ഉറപ്പ് കുറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നല്ലപോലെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ചർച്ച അവരെ എടുത്ത് സോഫയിൽ കൊണ്ട് ചെന്നിരുത്തും. കുറച്ച് കഴിയുന്ന നേരം മകളാണെങ്കിൽ പ്രോം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അമ്മയാണെങ്കിൽ അവളെ കാത്തിരിക്കുക. അവളെ സോഫയിലിരുത്തി ആദ്യം അവളോട് ചോദിക്കുക, അവൻ നിന്നെ ചുംബിച്ചോന്നാണ്, എഡ്ഡി നിന്നെ ചുംബിച്ചോന്നാണ് ചോദിക്കുക. അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ അമേരിക്കയിലൊക്കെ മാതാപിതാക്കൾക്ക് 18 വയസ്സാകുമ്പോഴേക്ക് അവർക്ക് ആൺകുട്ടിയാണെങ്കിൽ അവനൊരു ഗേൾ ഫ്രണ്ട്, പെൺകുട്ടിയാണെങ്കിൽ അവർക്കൊരു ബോയ് ഫ്രണ്ട്, അങ്ങനെ ഇല്ലെങ്കിൽ അവർ ഹോമോസെക്ഷൽ ആയിരിക്കുമോ എന്നുള്ള ഭയമാണ് വീട്ടുകാർക്ക്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം അവൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന നേരം അവളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ചർച്ചാണ്. അത് കാണുമ്പോൾ തന്നെ ചർച്ചിന്റെ മുഖം കാണുമ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു സംശയം തോന്നും. അവൾ വിചാരിച്ച പോലെ തന്നെ വീട്ടിലെത്തുമ്പോഴാണ് മനസ്സിലാവുക അമ്മ മരിച്ചു. കുറച്ച് കഴിയുമ്പോഴേക്ക് ചടങ്ങിന് ലാർസനും പോപ്പിയും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആവുന്ന നേരം ചർച്ചിനെ കാണാതെ അവൾ വീടിന്റെ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ചർച്ച അവിടെ ഇരുന്ന് കരയുന്ന കാണുക. അവൾ ചാർലി ആദ്യമായിട്ടാണ് ചർച്ച് കരയുന്ന കാണുന്നത്. എന്നാൽ അവൾ തന്നെ പറയുന്നത് ചർച്ചിന്റെ കരച്ചിൽ കാണാനും ഒരു പ്രത്യേക രസമാണെന്നാണ്. കുറച്ച് കഴിയുന്ന നേരം ചർച്ച് അവൾക്ക് അമ്മ സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശെല്ലാം അലമാരയിൽ നിന്ന് എടുത്തു കൊടുക്കും. അത് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾക്ക് ബോൺസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനായി അമ്മ കൂട്ടി വെച്ച കാശായിരുന്നു അത് കിട്ടുന്ന നേരം അവൾക്ക് വലിയ സന്തോഷമായി. ഇനി എന്തായാലും ബോൺസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കായതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങോട്ട് പോകാനും വരാനും എല്ലാം ഒരു കാറ് വേണം. അതുകൊണ്ട് അവർ 2 പേരും കൂടെ അവൾക്കായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങും. എന്നാൽ ആ കാറ് പഠിക്കണമെങ്കിൽ അവൾക്ക് പഠിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. അതിനായി ലാർസൺ ആണ് വരുന്നത്. പണ്ടൊരു ആക്സിഡന്റ് ഉണ്ടായതിന്
അതിനുശേഷം ലാർസൻ പിന്നെ കാറൊന്നും ഓടിച്ചിട്ടില്ലെങ്കിലും കാർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ലാർസൻ അവളെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ലൈസൻസ് കിട്ടിയതിന്റെ ആദ്യ ദിവസം രാത്രി അവൾ പോപ്പിയുടെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലൂടെ കാറിൽ ഓടിച്ച് അങ്ങനെ പോവാണ്. എന്നാൽ പോകുന്ന വഴിയിലാണ് ജെല്ലീസ് പ്ലേസ് എന്നൊരു ക്ലബിന് മുന്നിൽ ചർച്ച് നിൽക്കുന്ന കാണാം. ആ ക്ലബിനെ കുറിച്ച് ആളുകൾക്ക് എല്ലാവർക്കും മോശം അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ അവൾക്കറിയണം ചർച്ച് എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന്. അതുകൊണ്ട് പിറ്റേന്ന് ചർച്ച് വീട്ടിൽ വന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന നേരം അവൾ ചർച്ചിനെ ഫോളോ ചെയ്തു പോകും. എന്നാൽ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ അവളുടെ കാമുകനില്ലായിരുന്നു എഡ്ഡി, അവൻ കാറിൽ അവളുടെ അടുത്തേക്ക് വരും. അങ്ങനെ അവളെ വിളിച്ച് കാല് കയറ്റിയിരിക്കും. അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അവൻ പഠിക്കാനായി ഇപ്പൊ കുറച്ച് ദൂരേക്ക് പോവാണ്, അത് പറയാനാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അവൾ അവനോട് ആദ്യം ചോദിക്കും, ഈ നാട്ടിൽ ഇഷ്ടം പോലെ പണക്കാരായിട്ടുള്ള കൊച്ചുകളുണ്ട്, എന്നാൽ നീ അവരെയൊന്നും നോക്കാതെ എന്നെ എന്തിനാണ് സ്നേഹിച്ചത്? എനിക്ക് തോന്നുന്നത് എനിക്ക് അച്ഛനില്ല, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നീ എന്നെ സ്നേഹിച്ചത്. അല്ലെങ്കിൽ ആ പ്രോമിന്റെ ദിവസം നീ എനിക്കൊരു ചുംബനം തരുമായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് തന്നെ അവളെ കിസ് ചെയ്യും. അതാണെങ്കിൽ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. പിറ്റേന്നാണ് അവൾ യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്രയാവുന്നത്. അതുകൊണ്ട് അവസാനമായി ചർച്ചിന്റെ കൂടെ ഭക്ഷണമെല്ലാം കഴിച്ച് സാധനങ്ങളെല്ലാം കെട്ടിപ്പൂട്ടി അവൾ യൂണിവേഴ്സിറ്റിയിലേക്ക്, ബോൺസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്രയായി. അവിടെ എത്തിയാൽ പിന്നെ അവൾ എല്ലാ സമയവും പഠിത്തമാണ്. പഠിത്തത്തിലാണ് അവൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ളത്. കാരണം അവളുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നല്ലോ അവൾ ബോൺസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണമെന്ന്. എന്നാൽ ഈ സമയത്തെല്ലാം ചർച്ചും പോപ്പിയും അവൾക്ക് കത്തുകൾ അയക്കുന്നുണ്ട്. എന്നാൽ ആ കത്തിനൊന്നും മറുപടി കൊടുക്കാനായിട്ട് അവളെ കൊണ്ട് പറ്റുന്നില്ല. ഏത് സമയവും പഠിത്തമായതുകൊണ്ട് തന്നെ അവൾക്കൊന്നിനും സമയം കിട്ടുന്നില്ല. ചില സമയത്തെല്ലാം അവൾക്ക് പഠിക്കാൻ പറ്റാതിരിക്കുന്ന നേരം അവൾക്ക് അമ്മ കൊടുത്തിരുന്ന ഒരു മാല ഉണ്ടായിരുന്നു. ആ മാലയാണ് അവൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഊർജ്ജം കൊടുത്തിരുന്നത്. അങ്ങനെ ഇപ്പൊ കാലങ്ങൾ പോകെ പോകെ അവളുടെ അമ്മയെ പോലെ തന്നെ അവൾ അവിടെ വെച്ച് ഗർഭിണിയായി. ആ കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് നമുക്കറിയില്ല, പക്ഷെ അവൾ ഗർഭിണിയായി. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് അവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചർച്ച് കത്തയച്ച ചർച്ചിന്റെ അഡ്രസ്സ് നോക്കി അവൾ 1980 ലോസ് ആഞ്ചലസിൽ തന്നെ തിരിച്ചെത്തി. എന്നിട്ട് ചർച്ചിന്റെ വീട്ടിൽ ചെന്ന് ബില്ലടിക്കുന്ന നേരം അങ്ങേര് വാതിലോർക്കുമ്പോൾ അങ്ങേർക്ക് വലിയ സർപ്രൈസ് ആയി. അവൾ ഇതുപോലെ വരുന്നുള്ളത് അങ്ങേര് വിചാരിച്ചിട്ട് പോലുമില്ല. കൂടെ തന്നെ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ചർച്ചിന് മനസ്സിലായെങ്കിലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും അവളോട് ചോദിച്ചിട്ടില്ല. എന്നാൽ അവൾ ചോദിക്കും, എനിക്ക് പരീക്ഷയ്ക്കാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോട്ടെ എന്ന്. അതിന് ചർച്ച് പറയും, നീ ഇവിടെ ഇരുന്ന് പഠിക്കുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ നീ എന്റെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യണം, അതിനെ ചോദ്യം ചെയ്യരുത്. അതിന് അവൾ ഡണ്ണ് പറയും. അങ്ങനെ വീട് മുഴുവനായും ചർച്ച് അവൾക്ക് കാണിച്ചു കൊടുക്കും, എവിടെയാണ് എന്തൊക്കെയാണുള്ളതെന്ന്. അങ്ങനെ വീടിന്റെ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക ചർച്ച് ആള് കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇഷ്ടംപോലെ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് വീടിനകത്തേക്ക് വന്ന് അവൾക്ക് കിടക്കാനുള്ള സ്ഥലമെല്ലാം കാണിച്ചു കൊടുത്ത് ചർച്ച് രാത്രി ആകുന്ന നേരം അവിടുന്ന് എങ്ങോട്ടോ പോകും. എന്നാൽ എങ്ങോട്ടാണ് പോയെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, അങ്ങേരുടെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്യണ്ടേ. എന്നാൽ നട്ടപ്പാതിരാകുന്ന നേരം വെള്ളമെല്ലാം അടിച്ച് ബോധം പോയി ആകെ കൂടെ തെറിയെല്ലാം വിളിച്ചാണ് അങ്ങേര് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവൾ ആദ്യമായിട്ടാണ് ചർച്ചിന് ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്. എന്നാൽ അതിന്റെ ഇടയിലേക്ക് ഒന്നും ഇടപെടാൻ പോലും അവൾ പോകില്ല. അങ്ങേരാണെങ്കിൽ ടേബിളിന് മേലെ എന്തോ ഒരു കാർഡും വെച്ചാണ് റൂമിലേക്ക് പോകുക. എന്നാൽ ആ കാർഡിൽ എന്താണെന്ന് മനസ്സിലാകാൻ അവൾ ചെന്നോക്കുന്നേരാണ് കാണുക, ആളുകൾക്ക് എല്ലാവർക്കും മോശം അഭിപ്രായമുള്ള ജെല്ലീസ് പ്ലേസ് എന്ന ക്ലബ്ബിലായിരുന്നോ ലൈസൻസ് കിട്ടി. അതിന്റെ രാത്രി അവൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചർച്ചിന് അതിന് മുന്നിൽ വെച്ച് കണ്ടിരുന്നു ആ ക്ലബ്ബിൽ നിന്ന് കിട്ടുന്ന ഒരു കാർഡാണത്. എന്നാൽ ഈ കാർഡിനെ കുറിച്ച് ചാർലി അറിയണം എന്ന് വിചാരിച്ച് അങ്ങേര് അവിടെ വെച്ച് പോയതല്ല. വെള്ളം കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ അങ്ങേര് അറിയാതെ വെച്ച് പോയതാണ്. എന്നാൽ പിറ്റേന്ന് രാവിലെ വന്ന് ഈ കാർഡ് ഇവിടെ കാണുന്ന നേരം ഇത് ചാർലിക്ക് കൂടെ മനസ്സിലായെന്ന് മനസ്സിലാവുന്ന മോശമല്ലേ. അതുകൊണ്ട് തന്നെ ചാർലി അതെടുത്ത് ചർച്ചിന്റെ മേശയിൽ ഒളിപ്പിച്ചു വെക്കും. ഇനി അങ്ങേർക്കൊരു മോശമാകണ്ടല്ലോ ചാർലി ഇത് കണ്ടു എന്ന് മനസ്സിലാകുന്ന നേരം. അങ്ങനെ അടുത്ത ദിവസം രാത്രി ആവുന്ന നേരം ചർച്ച് ആ ബാറിലേക്ക് പോകും. എന്നാൽ ആ സമയം ചാർലിക്ക് തോന്നും അങ്ങേരുടെ റൂം ഒന്ന് നോക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങേരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്, വേറെ ഒന്നിനുമല്ല. അങ്ങനെ അവൾ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവളുടെ അമ്മയുടെ ഒരു ചിത്രം ചർച്ച് വരച്ചു വെച്ചിരിക്കുന്നതാണ് കാണുക. അത് കാണുന്ന നേരം അവൾക്ക് നല്ല സന്തോഷമാകും. മെല്ലെ മെല്ലെ അവിടെ ഉണ്ടായിരുന്ന മേശയും വെൽപ്പും എല്ലാം തുറന്നു നോക്കുന്നേരാണ് ക്ലബിലേക്ക് പോയ ചർച്ച് അവിടേക്ക് തിരിച്ചു വരുന്നത്. അവളെ ആ റൂമിൽ കാണുന്ന നേരം അങ്ങേർക്ക് ദേഷ്യമാവും. ഞാൻ നിന്നെ പറഞ്ഞല്ല എന്റെ പ്രൈവസിയിൽ ഇടപെടാൻ പാടില്ല എന്ന്. എന്നിട്ട് അവളെ പിടിച്ച് പുറത്തേക്കാക്കി ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കൊള്ളാൻ പറയും. അതിന് അവള് പറയും, ഞാൻ നിങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചു, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതിന് ചർച്ച് പറയും, ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു കുക്കായിരുന്നു, അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോ. അങ്ങനെ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് അവൾ കെട്ടും പാണ്ടങ്ങളും എല്ലാം എടുത്ത് കാറിൽ അവിടെ നിന്ന് അന്ന് രാത്രി തന്നെ ഇറങ്ങും. ജീവിതത്തിൽ ആദ്യമായി അവൾ തനിച്ചായി എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിലേക്ക് എത്തും. എന്നാൽ ഈ സമയം വീട്ടിലെ ചർച്ചാണെങ്കിൽ ഇതൊന്നും വേണ്ടായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ചാർലി ആണെങ്കിൽ കിടക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് രാത്രി കാറിൽ തന്നെയാണ് കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നേരെ മുന്നേ തന്നെ ഒരു മാർക്കറ്റ് ആണുള്ളത്. അങ്ങനെ അവിടെ കയറി സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചിറങ്ങുന്ന നേരമാണ് അവളെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചിരുന്ന ലാർസൻ അങ്കിള് അതുവഴി സിഗരറ്റും വലിച്ച് അങ്ങനെ പോകുന്ന കാണുക. അവള് ലാർസൻ അങ്കിൾ എന്ന് വിളിക്കുന്ന നേരം അങ്ങേര് തിരിഞ്ഞു നോക്കുന്ന നേരം അവളുടെ വയറാണ് കാണുക. ചാർലി നിന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്ന നേരം അവള് പറയും, കല്യാണമൊന്നും കഴിഞ്ഞില്ല, ഇത് വെറും ഒരു ഗർഭം മാത്രമാണ്. എന്നാൽ കൂടുതലൊന്നും സംസാരിക്കാതെ അങ്ങേര് തിരിഞ്ഞു പോകുന്ന കാണുന്ന നേരം ചാർലി ചോദിക്കും, ഞാൻ നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിരട്ടെ? അതിന് അങ്ങേര് പറയും, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോയിക്കോളാന്ന്. അങ്ങനെ സിഗരറ്റും വലിച്ച് അങ്ങനെ പോവുക. ചാർലിയാണ് തിരിച്ച് കാറിനടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് സ്കേറ്റ് ബോർഡിൽ വന്നിരുന്ന ഒരു പയ്യൻ കൺട്രോൾ പോയി വേഗത്തിൽ വന്ന് അവൾ ഒരൊറ്റ ഇടിക്കുന്നത്. ആ ഇടിയിൽ തന്നെ അവൾ തെറിച്ചു വീണു. അതിന്റെ കൂടെ തന്നെ അവളുടെ ബോധം പോയി. ഇത് കാണുന്ന ലാർസൻ ഓടി വന്ന് അവളെ പൊക്കിയെടുത്ത് അവളുടെ കാറിൽ തന്നെ കൊണ്ടിരുത്തി കാർ ഓടിക്കാനായി മുന്നിൽ
മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് ഓർമ്മ വരിക അങ്ങനെ ഇപ്പൊ കാർ ഓടിച്ചിട്ട് ഇഷ്ടംപോലെ കാലങ്ങളായി, പക്ഷെ വേറൊരു വഴിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കാർ എടുക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുക അമ്മക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പമില്ല. പണ്ട് ലാർസൻ കാർ ഓടിച്ച് ഒരു ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാർ ഓടിച്ച് തന്നെ 2 ജീവൻ രക്ഷിച്ചു. ഹോസ്പിറ്റലിലെ നഴ്സ് നിങ്ങൾ ഏറ്റെടുക്കാൻ ആരും ഇങ്ങോട്ട് വന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് മിസ്റ്റർ ചർച്ച് അങ്ങോട്ട് കയറി വരുന്നത്. ഞാനുണ്ടെന്നും പറഞ്ഞാണ് അങ്ങനെ കയറി വരിക. അത് കാണുന്ന നേരം ലാർസനും ചാർലിക്കും ഒരുപോലെ സന്തോഷമായി. അങ്ങനെ അടുത്ത ദിവസം തന്നെ ചാർലിയെ ചർച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതിൽ ചാർലിയെക്കാളും സന്തോഷം ചർച്ചിനാ. കുഞ്ഞ് വയറ്റിൽ നനങ്ങുന്നേരെല്ലാം ചർച്ചിന് വലിയ സന്തോഷമാണ്. കൂടെ തന്നെ ചർച്ച് വയറ്റിൽ കൈ വെച്ചോണ്ട് പറയും ഉണ്ടാവാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണെന്ന്. അങ്ങനെ ഇതുപോലെ പ്രഡിക്റ്റ് എല്ലാം ചെയ്യും. അതിനെല്ലാം അങ്ങേർക്ക് വലിയ ഇഷ്ടമാണ്. ചർച്ചിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അങ്ങേര് ഗാർഡനിൽ കണ്ടില്ലെങ്കിൽ അങ്ങേര് ഭക്ഷണം ഉണ്ടാക്കിയായിരിക്കും, ഭക്ഷണം ഉണ്ടാക്കുന്ന കണ്ടില്ലെങ്കിൽ അങ്ങേര് ചിത്രം വരയ്ക്കായിരിക്കും. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ചാർലിക്ക് കഥ വായിച്ചു കൊടുക്കായിരിക്കും. ആളുകൾക്ക് നോവലെല്ലാം വായിച്ചു കൊടുക്കുന്നത് ചർച്ചിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഒരിക്കലും രാത്രി ആകുന്ന നേരം പെട്ടെന്നാണ് ചാർലിക്ക് പ്രസവവേദന വരിക. അവള് ചർച്ചിനോട് പറയുന്ന നേരം ചർച്ച് പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. അങ്ങനെ അവള് ഒരു പെൺകുഞ്ഞിനാണ് ജന്മം നൽകുക. നേരത്തെ ചർച്ച് പറഞ്ഞിരുന്നല്ലോ നിനക്കൊരു പെൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതെന്ന്. പറഞ്ഞ പോലെ അതിപ്പോ ശരിയായി. കുഞ്ഞിന് അവള് പേര് വെക്കുന്നത് ഇസബൽ മേരി ബ്രൂക്ക് എന്നാണ്. മേരി ബ്രൂക്ക് എന്നത് അവളുടെ അമ്മയുടെ പേരാണ്. എന്തായാലും പേര് വെച്ചത് ചർച്ചിനും ഇഷ്ടമായി. അങ്ങനെ അവർ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്ന നേരം ഇപ്പൊ പഴയ പോലെയല്ല, ഇപ്പോഴാണ് വീട്ടില് ആളും അനക്കൊക്കെ തോന്നുന്നത്. കുഞ്ഞു വന്നതോടുകൂടെ വീടാകെ മാറി. അങ്ങനെ ഇപ്പൊ വർഷങ്ങൾ കടന്നുപോയി. 1986 ചെറിയ കുഞ്ഞായിരുന്ന ഇസബല്ല ഇപ്പോ വലിയ ഇസബല്ലയായി. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു പരിപാടിക്കായി പോവാണ്. പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ലാർസൻ അങ്കിളില്ലേ അങ്ങരുടെ കല്യാണമാണിന്ന്. സിഗരറ്റ് വലിച്ചും കള്ളു കുടിച്ചും എല്ലാം ജീവിതം ഇല്ലാതായിക്കൊണ്ടിരുന്ന ലാർസൻ അങ്കിള് ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. 6 വർഷങ്ങൾക്ക് മുന്നേ അങ്ങേര് ഗർഭിണിയായ ചാർലിയെ രക്ഷിച്ചതോടുകൂടെ ശരിക്കും അങ്ങേരുടെ ജീവിതം തന്നെയാണ് രക്ഷിച്ചിട്ടുള്ളത്. അങ്ങേർക്ക് ഇപ്പോഴാണ് സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ കല്യാണ പരിപാടി എല്ലാം കഴിഞ്ഞ് അവൾ തിരിച്ചു വീട്ടിലെത്തുമ്പോഴാണ് ചർച്ച അവളുടെ പണ്ടത്തെ കൂട്ടുകാരിയില്ലായിരുന്ന പോപ്പി അവളെ കണ്ടുപിടിച്ചു. അവളിപ്പോ അവളുടെ വലിയ കാറില് ചാർലിയെ കാണാനായി വന്നിരിക്കുക. അങ്ങനെ ചർച്ചിനോട് യാത്രയും പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് അവള് ചെല്ലും. അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക അത് വീടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും. അത് വലിയൊരു മാളികയാണ്. പോപ്പി ഇപ്പോഴാരാന്ന് വെച്ചാൽ ആ സിറ്റിയിലെ തന്നെ ഏറ്റവും മികച്ച ഫാഷൻ ഡിസൈനറാണ്. എന്നാൽ അവളുടെ കുടുംബത്തെക്കുറിച്ച് ചാർലി ചോദിക്കുന്ന നേരം അവൾ തിരിച്ചു പറയും നീ അവരെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കല്ലേ, അവർക്ക് ഇപ്പൊ ഏതോ സ്ഥലത്താണുള്ളത്, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല, നീ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കല്ലേ. അവിടുന്ന് അവർ തൊട്ടടുത്തുണ്ടായിരുന്ന മാളിലേക്ക് ചെല്ലുന്ന നേരം പോപ്പി ചാർലിയോട് ചോദിക്കും നീ എന്തിനാ കഷ്ടപ്പെട്ട ആ പാചകക്കാരന്റെ കൂടെ ജീവിക്കുന്നത്, നിനക്ക് എന്റെ കൂടെ പോന്നാ പോരെ, നമുക്ക് നല്ലപോലെ ജീവിക്കാലോ. സത്യം പറഞ്ഞാൽ പോപ്പി അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെയെല്ലാം ചോദിച്ചേ. എന്നാൽ ചർച്ചിനെ പാചകക്കാരൻ എന്ന് പറഞ്ഞത് ചാർലിക്ക് തീരെ ഇഷ്ടമായില്ല. പോപ്പി നീ ഇപ്പൊ പഴയ പോലെയല്ല, നീ സ്വന്തത്തിനും ബന്ധത്തിനും ഒരു വില പോലും കൊടുക്കുന്നില്ല, നിന്റെ കൂടെ എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ചാർലി കുഞ്ഞിനെയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. വീട്ടിലെത്തുന്ന ചാർലിക്ക് പോപ്പി ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതെന്താന്ന് തുറന്നു നോക്കുന്ന നേരം യു ആർ മൈ ഡയമണ്ട് എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കൂടെ തന്നെ 2 ഡയമണ്ടും കുഞ്ഞിനായിട്ട് അവൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മകൾക്ക് കളിക്കാനായി വലിയൊരു ബാർബി സെറ്റ് കൂടെ കൊടുത്തിരിക്കുന്ന കാണുന്ന നേരം നമുക്ക് മനസ്സിലാക്കാം പോപ്പിക്ക് അവളോടുള്ള ഇഷ്ടം ഇതുവരെ പോയിട്ടില്ല. എന്നാൽ അന്ന് രാത്രി ചർച്ച് ക്ലബ്ബിൽ പോയി തിരിച്ചു വരുന്ന നേരം അങ്ങേരുടെ ബാലൻസ് തെറ്റി താഴെ വീഴും. ചാർലിയാണ് അങ്ങേര് ഓടിച്ചെന്ന് എടുത്ത് കട്ടിലിൽ ചെന്ന് കിടത്തി കൊടുക്കുക. പിറ്റേന്ന് രാവിലെ അവർ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ജെല്ലീസ് പ്ലേസ് എന്ന ക്ലബ്ബിൽ നിന്ന് കിട്ടുന്ന കാർഡില്ലേ അത് തലേ ദിവസം മാറ്റി വെക്കാനായിട്ട് ചാർലിയോട് മറന്നുപോയിട്ടുണ്ട്. അവൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി എന്ന് ചർച്ചിന് മനസ്സിലായി. എന്നാൽ അവളുടെ മുഖത്തേക്ക് നോക്കുന്ന നേരം അവളൊന്നും അറിയാത്ത പോലെയാണ് ഇരിക്കുക. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ചർച്ചിന് എന്തൊക്കെയോ അസുഖങ്ങൾ വരാൻ പോകുന്ന പോലെ അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ചർച്ചിനെയായി ഒരു ഹോസ്പിറ്റലിലെ ചെക്കപ്പിനായി ചെല്ലും. എന്നാൽ അവിടെ ചെക്കപ്പ് എല്ലാം ചെയ്യുന്ന ഡോക്ടർ ആരാന്ന് വെച്ചാൽ അവളുടെ പഴയ കാമുകനില്ലായിരുന്നോ എഡ്ഡി, അവനാണ്. അവൻ പഠിച്ചിപ്പോ വലിയൊരു ഡോക്ടർ ആയിരിക്കുക. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടി ഒരു ഡേറ്റിങ്ങിന് പോകും. എന്നാൽ അവൻ ചോദിക്കും നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന്. അതിനവള് പറയും അതൊരു സന്ദർഭത്തില് മുഹൂർത്തത്തിൽ സംഭവിച്ചു പോയതാ. എന്തായാലും പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന ചാർലി ചർച്ചിനെ വീട്ടിൽ നോക്കുന്ന നേരം അവിടെ എവിടെയും കാണുന്നില്ല. അങ്ങനെ റൂമിൽ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക അങ്ങനെ അസുഖബാധിതനായിട്ട് അങ്ങനെ കിടക്കുക. അന്നേരാണ് മകളങ്ങോട്ട് വന്ന് ചോദിക്കുക ചർച്ച എവിടെയെന്ന്. അതിന് ചാർലി പറയും അങ്ങനെ ഇപ്പൊ സുഖമില്ലാതെ അവിടെ കിടക്കാണ്, നീ ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട, അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറയുന്ന നേരം മകൾ ചോദിക്കും ചർച്ച ഉറങ്ങാറൊക്കെ ഉണ്ടോ എന്ന്. അവൾ ഇതുവരെ കണ്ടിട്ടില്ല ചർച്ച കിടന്നുറങ്ങുന്നത്. അവൾ എപ്പോൾ കാണുമ്പോഴും ചർച്ച എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പോകെ പോകെ ചർച്ചിന്റെ അവസ്ഥ കുറച്ചുകൂടെ മോശമായി വരും. ഡോക്ടേഴ്സ് എല്ലാം വീട്ടിൽ വന്ന് ചികിത്സിക്കേണ്ട അവസ്ഥയിൽ വരെ എത്തും. പിന്നെ ചർച്ച വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം ചാർലിയാണ് ചെയ്യുക. പിയാനോ വായിക്കുന്നതും കൃഷി നട്ടുപിടിപ്പിക്കുന്നതെല്ലാം പിന്നെ ചാർലിയായി. ഒരിക്കൽ ചർച്ച് ക്ഷീണത്തിൽ ഗാർഡനിൽ ഇരിക്കുന്ന നേരം മകൾ വന്ന് ചോദിക്കും എനിക്കൊരു കഥ പറഞ്ഞു തരുമെന്ന്. എന്നാൽ ചർച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥ ചാർലിയുടെയും ചാർലിയുടെ അമ്മയുടെയും കഥയാണ്. കാരണം ചർച്ചിന് ജീവിതത്തിൽ സുരക്ഷിതത്വവും പരിഗണനയും കൊടുത്ത ഒരാളുണ്ടെങ്കിൽ അത് ചാർലിയുടെ അമ്മയാണ്. അന്ന് രാത്രി ചർച്ച് ഉറങ്ങാൻ കിടക്കുന്ന നേരം ചാർലിയാണ് കൂടുതൽ
കൂടെ തന്നെ ഇരുന്ന് നോവലെല്ലാം വായിച്ചു കൊടുക്കുക. ഇതിനു മുന്നേ ചാർലിക്ക് ചർച്ചും ഇതുപോലെ നോവലെല്ലാം വായിച്ചു കൊടുത്താണല്ലോ. എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോവൽ വായന എല്ലാം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന നേരം ചർച്ച് പറയും, നീ എങ്ങോട്ടും പോകല്ലേ, ഇവിടെ തന്നെ ഇരിക്കുക, എനിക്ക് എന്റെ പ്രൈവസി ഒന്നും വേണ്ട, നീ ഇവിടെ തന്നെ കിടന്നുറങ്ങിയാൽ മതിയെന്ന് പറയും. അങ്ങനെ അന്ന് അവിടെ ഉറങ്ങുന്ന ചാർലി പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നേരം ചർച്ചിനെ വിളിച്ചിട്ട് അനക്കൊന്നുമില്ല. ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ചർച്ച് മരണപ്പെട്ടു. അമ്മയെ പോലെ തന്നെ ജീവിതത്തിൽ അവളുടെ കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് ചർച്ച് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പൊ ചർച്ച് മരണപ്പെട്ടു. അതോടുകൂടി അവൾക്ക് വിഷമം താങ്ങാൻ പോലും പറ്റില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചടങ്ങിന് ലാർസൻ എത്തി, പോപ്പി എത്തി, എല്ലാവരും എത്തി. പോപ്പിക്ക് അവളോട് ദേഷ്യമുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴും പോപ്പിക്ക് അവളോട് സ്നേഹം മാത്രമാണ്. എന്നിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തൊപ്പിയും വെച്ച് വലിയൊരു മനുഷ്യൻ അങ്ങോട്ട് കയറി വരുന്നത്. അവൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരാളെ കണ്ട് പരിചയമില്ല. ചാർലി അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അങ്ങേര് പറയും, എന്റെ പേര് ജെല്ലി, ഞാൻ മിസ്റ്റർ ചർച്ചിന്റെ ഒരു കൂട്ടുകാരനാണ്. എന്റെ ബാറിൽ അങ്ങേരായിരുന്നു പിയാനോ വായിച്ചുകൊണ്ടിരുന്നത്. ആരും വരാതിരുന്ന എന്റെ ബാറിനെ ഒരു വലിയ ഹിറ്റാക്കി തന്നത് ചർച്ചായിരുന്നു. അത് കേൾക്കുമ്പോഴാണ് ചാർലിക്ക് മനസ്സിലാവുക ജെല്ലീസ് പ്ലേസ് എന്ന ക്ലബ്ബിൽ ചർച്ചിന് വേറെ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു എന്നുള്ളത്. ചാർലി ചർച്ചിന്റെ റെസിപ്പിയാന്ന് പറഞ്ഞ് അങ്ങേരുണ്ടാക്കുന്ന ഒരു ഭക്ഷണം അവളുണ്ടാക്കിയത് അങ്ങേർക്ക് കഴിക്കാൻ കൊടുക്കും. അത് കഴിക്കുന്ന നേരം അങ്ങേർക്കത് വലിയ ഇഷ്ടമായി. അപ്പോഴാണ് അങ്ങേർക്ക് മനസ്സിലാവുക ചർച്ച് ശരിക്ക് പാചകത്തിലും മിടുമിടുക്കാനാണെന്ന്. സത്യം പറഞ്ഞാൽ ചർച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ കുറിച്ച് പല കാര്യങ്ങളും മിസ്റ്ററി ആയിട്ടാണ് പല ആളുകൾക്കും കിടക്കുന്നത്. അന്ന് രാത്രി ചാർലി ചർച്ചിന്റെ റൂമിലുണ്ടായിരുന്ന അലമാര തുറന്നു നോക്കുന്ന നേരം അതിൽ ചർച്ച് അവൾക്കായിട്ട് ഒരു പെട്ടി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് ഷാർലറ്റ് എന്നാണ്. ശരിക്കും ചാർലിയുടെ പേര് ഷാർലറ്റ് എന്നാണ്. അത് തുറന്നു നോക്കുന്ന നേരം ചർച്ചിന്റെ ഓർമ്മകളും അങ്ങേര് വരച്ചിരിക്കുന്ന ചിത്രങ്ങളും അങ്ങേര് ആരാണെന്ന് ആ പെട്ടിയിൽ നോക്കിയാൽ മനസ്സിലാകും. അതിലേറ്റവും കൂടുതലുള്ളത് ചർച്ച് ചാർലിയുടെ വീട്ടിൽ നിന്നപ്പോഴുണ്ടായിരുന്ന ഓർമ്മകളും ചിത്രങ്ങളും ഫോട്ടോസും മാത്രമാണ്. അതിന്റെ കൂടെ തന്നെ ചർച്ച് അവൾക്കായിട്ട് ഒരു കത്ത് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അവസാനം എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എനിക്ക് സ്നേഹം തന്നു, നല്ലൊരു കുടുംബം തന്നു, എല്ലാം തന്നതിന് നന്ദി എന്ന് ഹെൻറി. ഹെൻറി എന്നതാണ് മിസ്റ്റർ ചർച്ചിന്റെ ശരിക്കുള്ള പേര്. ഇതെല്ലാം സത്യം പറഞ്ഞ അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ചർച്ചിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് അവൾ കണ്ടുപിടിക്കാനെല്ലാം ശ്രമിച്ചാണ്. പക്ഷെ അവളെ കൊണ്ട് അതിനൊന്നും പറ്റിയിട്ടില്ല. പണ്ട് പോപ്പി ചാർലിയുടെ വീട്ടിൽ വരുന്ന നേരം ചർച്ച് അവരെ നോക്കി എന്തോ വരയ്ക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നോ? സത്യം പറഞ്ഞ അവരുടെ ചിത്രം തന്നെ ആയിരുന്നു ചർച്ച് വരച്ചോണ്ടിരുന്നത്. അതെല്ലാം ഈ പെട്ടിയിൽ വെച്ച് അവൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അന്ന് കിടന്നുറങ്ങുന്ന ചാർലി പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നേരം അടുക്കളയിൽ ജാസ് മ്യൂസിക്കും വെച്ച് ആരോ പാചകം ചെയ്യുന്ന ശബ്ദം കേൾക്കും. അവൾ മിസ്റ്റർ ചർച്ച് എന്നും വിളിച്ച് അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് കാണുക മകളുടെ അടുക്കളയിൽ ചർച്ച് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു റെസിപ്പി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് കാണുന്ന നേരം അവൾക്ക് സന്തോഷവും വിഷമവും എല്ലാം ഒരുമിച്ചെത്തും. അങ്ങനെ അന്ന് അവൾ അവിടെ ഇരുന്ന് ചർച്ചിന്റെ ടൈപ്പ് റൈറ്റർ എടുത്ത് ചർച്ചിനെ കുറിച്ചൊരു നോവൽ എഴുതാൻ തീരുമാനിക്കും. അങ്ങനെ അവൾ എഴുതിയ നോവലാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അവസാനം അവൾ നോവലിന് വെക്കുന്ന പേര് മിസ്റ്റർ ചർച്ച് എന്ന് തന്നെയാണ്. ബൈ ഷാർലറ്റ് എന്ന് കൂടെ അവളുടെ പേര് കൂടെ എഴുതുന്നിടത്ത് വെച്ച് മിസ്റ്റർ ചർച്ച് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. മിസ്റ്റർ ചർച്ചിനെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂക്ക് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലപോലെ കഥ പറയാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്തായാലും ചർച്ചിനെയും ചാർലിയുടെ അമ്മയെയും ചാർലിയെയും ചാർലിയുടെ മകളെയും ലാർസനെയും പോപ്പിയെയും എഡിയെയും ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാത്തവർ മറക്കാതെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എന്നാൽ പിന്നെ ഇതുപോലെ നല്ലൊരു സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.